ആംസ്റ്റർഡാമിലായതുകൊണ്ട് രാത്രി ഏതാ പകൽ ഏതൊന്നും മനസ്സിലാവണില്ല മക്കളെ. ഇവിടെയാണെങ്കിൽ ഇരുട്ടാവണമില്ല. സമ്മർ സീസണിൽ ഇങ്ങനെ അത്രേ, രാത്രി ആയാലും ഇവിടെ സൂര്യൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നാട്ടിലിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണെങ്കിൽ ഒരു 10, 11, 11:30 ആയി കാണും. MRC തൊപ്പി ഗ്യാങ് വിഷയം ഞാൻ ചെയ്യാം. അതിന് മുമ്പ് അരുൺ സ്മോക്കി ഒരു സ്കാമിൽ പെട്ടൊരു സീൻ ഉണ്ടായിരുന്നു. OLXൻ്റെ സ്കാമായിരുന്നു. അപ്പോൾ ആ വിഷയം ഞാൻ ആദ്യം ഒന്ന് വീഡിയോ ചെയ്തിട്ട് മറ്റേതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, വീഡിയോസിനൊന്നും ഒരു കുറവുണ്ടാവില്ല. അരി വാങ്ങും ഞാൻ. ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ടെങ്കിൽ അരി വാങ്ങണ്ടേ. അപ്പോൾ നമുക്ക് അരുൺ സ്മോക്കിയുടെ സ്കാം വിഷയം നോക്കാം. ഇത് അരുൺ സ്മോക്കി റിപ്പോർട്ടർ ചാനലിലും വന്ന് പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടി കൂടുതലായിട്ട് ഇതിൽ പെട്ടവർ അരുൺ സ്മോക്കിക്ക് മനസ്സിലായി. അവർ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഈ സ്കാമിനെതിരെ ഈ വ്യക്തിയെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇവർ നടക്കുകയാണ്. സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് സൈബർ സെല്ല്, പോലീസ്, സൈബർ ഡോം ഇവരുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് ഒരു തരം ഹെൽപ്പ് ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇവരുടെ വീഡിയോ കാണുമ്പോൾ, അരുൺ സ്മോക്കിയുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇവരുടെ എഫേർട്ടിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. ആരാണ് ഈ സ്കാമർ എന്നുള്ളത്. മാർക്കറ്റ് പ്ലേസ് ഒരുപാട് നമ്മളെ ചുറ്റുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസുകളായ OLX, ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഫോണും വണ്ടിയും കാറും ഒക്കെ മേടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ, ബൈക്കും കാറും ഫോണും ലാപ്ടോപ്പും വാച്ചൊക്കെ ആയിട്ട് വാങ്ങുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സ്കാമിൽ പെട്ടവരും ഉണ്ടാവും. പക്ഷേ ഇതൊരു വല്ലാത്ത സ്കാമായിപ്പോയി. അതായത് ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് മിഡിൽ മാൻ കളിച്ചിട്ട് പൈസ അടിച്ച് മാറ്റുന്ന ഒരു തരം ഒരു സൈക്കോ ചങ്ങായി. 4-5 വർഷമായിട്ട് ഇവനിത് ചെയ്യുന്നുണ്ട്. സ്കാമിൽ പെട്ടവരാരും അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ആയി പോവാത്തത് കൊണ്ട് തന്നെ ഇവൻ എക്സ്പോസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അരുൺ സ്മോക്കി ഇതിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചുകൊണ്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കണം എന്നുള്ളത്. ആൻഡ് ഇനി ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യാൻ തന്നെ കാരണം അരുൺ സ്മോക്കിൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇനി എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇതേപോലെ സ്കാമിൽ പെട്ടിട്ടുണ്ടെങ്കിലോ, അതോ ഇനിയിപ്പോൾ ഇങ്ങനത്തെ OLX എന്നോ അവിടുന്ന് ഇവിടുന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉടായ്പന്മാരെ വഴിയിൽ പോയി പെടാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ അറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക എന്നുള്ളത് പറയാനുള്ളത്. അരുൺ സ്മോക്കിൻ്റെ കാര്യങ്ങളിലേക്ക് പോയേക്കാം. ഞങ്ങൾ ഇന്ന് രാവിലെ നല്ല അതിശയകരമായി പറ്റിക്കപ്പെട്ടില്ലേ. അതായത് ഈ പറ്റിക്കപ്പെട്ട ആള്, അതായത് ഞങ്ങൾ ഇന്ന് രാവിലെ പരിചയപ്പെട്ടവരാണ് കേട്ടോ. പുള്ളിയുടെ ഒരു വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് പുള്ളി OLX-ലല്ലേ ഏട്ടാ, എത്ര ദിവസമായിട്ടുണ്ടാവും? ഇന്നലെ രാത്രി പുള്ളിക്ക് ഒരു മെസ്സേജ് വന്നു. അതായത് വണ്ടി അവരെടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ. എന്തിനായിരുന്നു മെസ്സേജ്? അല്ല, അവൻ എടുക്കാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. അവൻ സ്ഥലത്തില്ല. അപ്പൊ അവൻ ഗൾഫിലാണ്, വൈഫിന് എന്തോ ട്രീറ്റ്മെന്റ് ആയിട്ട് ഗൾഫിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവന്റെ പാർട്ടീനെ വിടാം, ഇന്നലെ തന്നെ കച്ചവടം നടത്തണമെന്നാണ് പറഞ്ഞത്. റെഡി ക്യാഷിന് എടുക്കാന്ന് പറഞ്ഞു. അതെ, നമ്മള് പറഞ്ഞതില് അവൻ എടുക്കാന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു, RC ബുക്ക് അയച്ചു, എല്ലാ കാര്യങ്ങളും അയച്ചു. വണ്ടികൾ വരുമല്ലോ വിൽക്കാണ്ടെന്ന് പറഞ്ഞിട്ട്, അതേപോലെ ഡീറ്റെയിൽസിലെ വണ്ടിയുടെ ഫോട്ടോസും നമ്മുടെ ഗ്യാരേജിലത്തെ നമ്പറിൽ കിട്ടും. അതായത് നമ്മുടെ ഗ്യാരേജിന്റെ അക്കൗണ്ടിൽ കയറി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പ് ചെയ്തു. അപ്പം നമ്മളും പറഞ്ഞു ഓക്കെ, നമുക്ക് വണ്ടി റേറ്റ് കൊണ്ട് ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നപ്പോൾ പുള്ളി എമർജൻസി ആണ്, ഹോസ്പിറ്റലൈസ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മളും പറഞ്ഞു വണ്ടി കൊണ്ടുവന്നോ, നമ്മൾ എടുക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ന് രാവിലെ പുള്ളി പറഞ്ഞു, അല്ല മെയിൻ ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയണ അതേ പേര് തന്നെയാണ് ബുക്കിലും കാര്യങ്ങളെല്ലാത്തിലും ഇവരെ എല്ലാ പേപ്പേഴ്സും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ അത് നമുക്ക് അറിഞ്ഞോർന്നില്ല. ആധാർ കാർഡ് ചോദിച്ചപ്പോ പറഞ്ഞു വണ്ടി തരാൻ വരുമ്പോ അതിന്റെ കൂടെ ഉണ്ടാവുന്നു. അപ്പൊ വണ്ടി തരാൻ വന്നപ്പോ നമ്മൾ അതിന്റെ പേപ്പേഴ്സ് നോക്കിയപ്പോ അതിൽ ലിബിന്റെ പേരിൽ ആധാർ കാർഡും ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതിൽ എന്തിനുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു ഞങ്ങളുടെ ആളാന്നും, ഞങ്ങളോട് പറഞ്ഞു ആളാണ് RC ഓണർ, സ്ഥലത്തില്ലാത്തതുകൊണ്ട് കൂട്ടുകാരൻ്റെ വണ്ടി കൊടുത്തുവിടാന്നു. എന്നിട്ട് പുള്ളീനെ എല്ലാം പറഞ്ഞ് പുള്ളീനെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടു. അപ്പൊ ഞങ്ങള് പറയുന്നുണ്ട് ബ്രോ ഇത് ഓണറല്ലല്ലോ. അപ്പൊ പറയുന്നുണ്ട് കൂട്ടുകാരന്റെ വണ്ടിയാണ്, കൂട്ടുകാരൻ പുറത്താന്നല്ലേ, കൂട്ടുകാരൻ പുറത്താന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വണ്ടി ചെക്ക് ചെയ്തു, വണ്ടി ഓടിച്ചു നോക്കി, കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. എന്നിട്ട് ആളായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു റേറ്റ് പറയാൻ നിൽക്കണ്ട, അത് കൂട്ടുകാരനാ, അവൻ കമ്മീഷൻ അടിക്കും, അതുകൊണ്ട് ഡയറക്റ്റ് സംസാരിക്കാന്നും പറഞ്ഞിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് UPID തന്നു. സ്കാനർ അല്ലെങ്കിൽ അതായത് എന്തിനാണ് UPID പേ ചെയ്യുമ്പോ ശ്രദ്ധിക്കണ്ടായിരുന്നു. കാരണം ഒരു അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ IFSC വെച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമായിരുന്നില്ല. എമർജൻസി എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണ്ടായിരുന്നു. റീസൺ പറഞ്ഞിട്ട് ഞാൻ ദുബായിലാണുള്ളത്, അതുകൊണ്ട് നമുക്കിത് എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അപ്പൊ അതിന്റെ ഐഡിയിൽ കിട്ടാൻ മതി എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഞങ്ങള് സംസാരിക്കണമെന്നും പുള്ളി കേൾക്കില്ല. പക്ഷെ ഞങ്ങൾ 3 പേരും ഒരേ സ്ഥലത്തുണ്ട്. പക്ഷെ ആളുടെ ഒരു കറക്റ്റ് ഒരു ഡീൽ ചെയ്തിട്ടുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റിന്റെ കേസ് ഒന്നും ആളോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. അതായത് ഈ കൊണ്ടുവന്ന ആളടുത്ത് പറയരുത്, കമ്മീഷൻ അടിക്കുന്നു. ഞങ്ങള് ഡയറക്റ്റ് ഡീൽ ചെയ്തു, പാക്ക പറ്റിച്ചു. മണ്ടനായിട്ടിരിക്കുകയാണ് ഗൈസ് ഞാനും ഇവനും. അരുൺ സ്മോക്കിക്ക് ഓൾറെഡി കാറിന്റെയും ബൈക്കിന്റെയും ഒക്കെ കച്ചവടം ഉണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് അരുൺ സ്മോക്കിന്റെ പ്രൊഫൈൽ വർഷങ്ങളായിട്ട് വിസിറ്റ് ചെയ്യുന്ന മലയാളികൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ഗ്യാരേജും കാര്യങ്ങളും സെയിൽസും പരിപാടികളൊക്കെ ഉള്ള അരുൺ സ്മോക്കിയുടെ അടുത്ത് ഇതുപോലെ ആളുകൾ വണ്ടി വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് വരും ചെയ്യും. ഇവിടെ ഇവൻ്റെ ബ്രില്യൻസ് ആണോ ഈ കള്ളൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രില്യൻസ് എന്ന് പറയാൻ പറ്റില്ല, വെർബൽ സ്കില്ല്.
പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും ഒരു ഡീല് പറഞ്ഞ് ഉറപ്പിക്കാനുമുള്ള ഒരു മിഡിൽ മാൻ്റെ സ്കില്ല് അവരെന്ത് ചെയ്തു, സ്കാമിന് വേണ്ടി ഉപയോഗിച്ചു. അതാണ് ഇതിലുണ്ടായത്. അരുൺ സ്മോക്കി പല വീഡിയോസ് ഇതിൽ 3-4 വീഡിയോ ഇട്ടു. പക്ഷെ അതിലൊന്നും ഒരു ക്ലാരിറ്റി നാട്ടുകാർക്ക് കിട്ടാത്ത പോലത്തെ ഒരു ഫീലുണ്ട്. ഈ സ്കാം എങ്ങനെ നടന്നു എന്നുള്ളൊരു ക്ലാരിറ്റി ഡെലിവർ ചെയ്യാൻ അരുൺ സ്മോക്കിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ അരുൺ സ്മോക്കിയുടെ ഷോപ്പിന് മൈലേജിന് വേണ്ടി OLX ആരും വാങ്ങണ്ട, ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നീ വീഡിയോ ഇടാടാ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാറ് വിൽക്കാൻ വയ്ക്കുക, ഇന്നെ രാമു എന്ന് പേരുള്ള ഒരാൾ വിളിച്ചിട്ട് കാറ് വിൽക്കാനുണ്ടോ ചേട്ടാ സായി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സായി ഡീറ്റെയിൽസ് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓബ്വിയസ്ലി എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ ഡീലിനാണ് അതിൽ പൈസ എടുക്കുന്നത്. മനസ്സിലായി? വണ്ടി എടുക്കുന്നത് ആ പൈസ വന്നിട്ടാണ്. ഞാനൊരു 5 ലക്ഷത്തിന് ഒരു കാറ് വിൽക്കാൻ വെച്ചു, 5 ലക്ഷത്തിന് വാങ്ങാൻ ആളുണ്ട്, നെഗോസിയേഷൻ ഇല്ല. അപ്പോൾ ഞാനെന്ത് വിചാരിക്കുക, 5 ലക്ഷത്തിന് ആളുണ്ടല്ലോ. അപ്പോൾ അയാൾ പറയാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞാൽ നമ്മൾ ഓബ്വിയസ്ലി അതിൻ്റെ ഇൻഷുറൻസ്, RC ബുക്ക്, അതിൻ്റെ ബാക്കി ഹിസ്റ്ററി സാധനങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, ലൊക്കേഷൻ ഷെയർ ചെയ്യും. അയാൾ എന്നോട് ചോദിക്കുകയാണ് സായി ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ഇപ്പോൾ എബ്രോഡാണ്, പുറത്താണ്. അപ്പോൾ അയാൾ പറയാം ഓക്കെ എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, നാട്ടിൽ ഈ വണ്ടി നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഞാൻ പറയുന്ന പാർട്ടീൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം, പൈസയും കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട, ആ പാർട്ടിയായിട്ട് ഞാൻ സംസാരിച്ച് പൈസ മേടിച്ച് നിങ്ങൾക്ക് ഇട്ട് തരാം, പോണ ഫ്രണ്ടിനോടും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഡീല് എന്നെയായിട്ട് വെക്കുകയാണ്. എന്നെയായിട്ട് വെച്ചിട്ട് ഈ രാമു എന്ത് ചെയ്ത് നേരെ അപ്പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിലുള്ള ഒരാളെയോ അല്ലെങ്കിൽ കാർ ആവശ്യമുള്ള ഒരാളെയൊക്കെ വിളിച്ചിട്ട്, ഈ ചില സെയിൽ പേജുകളിലൊക്കെ കമൻറ്റ് ബോക്സിനകത്ത് ആളുകളെ കാണാം, അതേപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എൻക്വയറി നടത്തിയവരുടെ ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ ഈ വണ്ടി ഇവൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അവിടുന്ന് ചിലപ്പോൾ ആവശ്യക്കാരുടെ ഡീറ്റെയിൽസ് എടുക്കും, ബയ്യേഴ്സിൻ്റെ. അങ്ങനെ ഒരു പാറ്റേൺ. അപ്പോൾ ഇവിടെ അരുൺ സ്മോക്കിൻ്റെ കാര്യത്തിൽ ഇവൻ്റെ പാറ്റേൺ എന്താ വെച്ചെങ്കിൽ, സെല്ല് ചെയ്യാൻ വെച്ച ആളത് ബൈക്കാണെങ്കിൽ ആ ബൈക്ക് സെല്ല് ചെയ്യാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി സെയിൽസ് നടത്തുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സെയിലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അരുൺ സ്മോക്കിൻ്റെ ഗ്യാരേജിന് അപ്രോച്ച് ചെയ്യുന്നു. വണ്ടി ഹോസ്പിറ്റൽ ആവശ്യമാണ്, വീട്ടിൽ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് വണ്ടി വിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ഒരു ലോ പ്രൈസിന് പോയി നെഗോഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കാനുള്ള കാര്യം എന്താ, ഒറിജിനൽ ഓർഡർ ചെയ്യുന്ന ഈ രാമു ഫുള്ള് സാധനം. അപ്പോൾ ഞാനാണ് ഒറിജിനൽ ഓർഡർ എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സാധനവും ഇയാൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഈ മിഡിൽ നിൽക്കുന്ന ആൾ. എൻ്റെ വിചാരം ഇവൻ വണ്ടി എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തതാണ്, പക്ഷേ ഇവൻ ഇത് മറച്ചടിക്കാനുള്ളതാണ്. മനസ്സിലായോ? ഇവൻ പൈസ തന്ന് മേടിച്ചിട്ടല്ല മറച്ചടിക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് മേടിക്കുന്നു, അത് ഹോൾഡ് ചെയ്യുന്നു, എന്നിട്ട് വേറെ മറച്ചടിക്കുന്നു. ഞാൻ അറിയുന്നില്ല ഇത് ഇവൻ മേടിച്ചിട്ട് മറച്ചു കൊടുക്കുക എന്നുള്ളത്. എൻ്റെ വിചാരം ഇത് ഇവനാ എടുക്കണമെന്നാണ്. മനസ്സിലായോ? എന്നിട്ട് എന്നോട് ഇവൻ പറയുകയാണ് അരുൺ സ്മോക്കിൻ്റെ ഗ്യാരേജിൽ ഒരു ഡീൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ആ ഗ്യാരേജിൻ്റെ ഒരു പാർട്ട്ണർ ഞാനാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ മതി ഇന്ന ഡീറ്റെയിൽസ് ആ വണ്ടീൻ്റെന്ന് പറഞ്ഞു, വണ്ടീൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പാർട്ട്നേഴ്സ് പൈസ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. ഇതാണ് എന്നോടുള്ള ഡീല്. എന്നിട്ട് നേരെ അപ്പുറത്ത് അരുൺ സ്മോക്കിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് പറയുന്നു, എൻ്റെ വണ്ടിയാണ്, എൻ്റെ ഫ്രണ്ടാണ് കൊണ്ടുവരുന്നത്, അവനോട് നിങ്ങളൊന്നും സംസാരിക്കേണ്ട. ഏത്? എന്നിട്ട് നിങ്ങൾ എനിക്ക് കാശ് ഇട്ടുക, ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തരാം, വണ്ടി കാണിച്ചു തന്നു. അപ്പോൾ ഓബ്വിയസ്ലി ഇത് വാങ്ങാൻ നിൽക്കുന്ന അരുൺ സ്മോക്കി ടീമും എന്താ, ബയ്യർ. വണ്ടി വന്നാൽ തന്നെ വലുതാ, വണ്ടി വന്നു. മറ്റേത് ഈ ആർമി യൂസ്ഡ് ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഉഡായിപ്പ് പോലെയല്ല, ഇത് വണ്ടി വന്നു, ഡോക്യുമെൻസും പക്ക. അപ്പം കൊണ്ടുവന്ന ആളെ കുറിച്ച് അയാളുടെ ഒന്നും നമ്മൾ സംസാരിക്കേണ്ടത് ഫ്രണ്ടാ. നേരെ എന്നെ വിളിക്കുന്നു, ബ്രോ സായി മറ്റേ രാമു വണ്ടി ഓക്കെയാണ്, ഞങ്ങൾ വണ്ടി എടുക്കാമെന്ന്. അരുൺ സ്മോക്കിൻ്റെ ടീം എന്ത് ചെയ്യും, രാമുവിന് പൈസ ഇട്ട് കൊടുക്കും. പൈസ കിട്ടിയ ഉടനെ എന്ത് ചെയ്യും, ഈ മിഡിൽ നിന്നോ പൈസയും കൊണ്ട് മുങ്ങി. അപ്പോൾ ഈ പൈസ കൊടുത്ത് വണ്ടി വാങ്ങാൻ നിൽക്കുന്ന അരുൺ സ്മോക്കിങ് ടീമിന് ഈ കൊണ്ടുവന്ന ഫ്രണ്ട് വണ്ടി കൊടുക്കുമോ? ഇല്ലല്ലോ. കാരണം എന്താ, അയാളുടെ യഥാർത്ഥ ഫ്രണ്ട് ഞാനാണ്, സായിയാണ്. സായിക്ക് പൈസ കിട്ടിയിട്ടില്ല. എന്നാൽ ഈ അരുൺ സ്മോക്കിങ് ടീമിൻ്റെ വിചാരം എന്താ, രാമുവാണ് യഥാർത്ഥ വണ്ടീൻ്റെ ഓണർ, സായി പിക്ചറിലേ ഇല്ല. മനസ്സിലായോ? കൊണ്ടുവന്ന ഫ്രണ്ട് ഉടായിപ്പനാണ്, അല്ലെങ്കിൽ അവനോട് അവനോട് പറയൂല. അങ്ങനെ ലാസ്റ്റ് ഇത് കേസാവുമ്പോൾ എങ്ങനെയാണ് ഈ കള്ളൻ രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കേസാവുമ്പോൾ ഈ വിൽക്കാൻ വെച്ച ആൾ അവിടെ കൊണ്ടുവന്ന ചെങ്ങായി ഒരു വ്യക്തി ഉണ്ടാവില്ല, ഈ വണ്ടി കൊണ്ടുവന്ന ആൾ, അയാളും ഈ വണ്ടി വാങ്ങാനാന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി വിളിച്ച് വരുത്തി അല്ലെങ്കിൽ പോയി കണ്ട വ്യക്തി നമ്മൾ അടിയും. കാരണം ഞാൻ പൈസ ഇട്ട് കൊടുത്തു എന്ന് ഇയാൾ പറയും. ആർക്ക് പൈസ ഇട്ട് കൊടുത്തു? എൻ്റെ ഫ്രണ്ടിന് എങ്ങനെ പൈസ ഇട്ട് കൊടുത്താൽ കാണിച്ചതെന്ന് പറയുമ്പോൾ അതൊരു രാമു അല്ലാതെ സായിയാണെന്ന് പറയപ്പെടുന്നത്. യഥാർത്ഥ ഓണർക്ക് പൈസ കിട്ടൂല, മിഡിൽ നിന്നോ പൈസയും കൊണ്ടുപോകും. ലാസ്റ്റ് വണ്ടിയും കൊണ്ടുപോയവനും വണ്ടി എടുത്ത് പൈസ എടുക്കാൻ വേണ്ടി പൈസയും മിഡിൽ മാൻ ഇട്ട് കൊടുത്തവനും നമ്മൾ അടി ചെയ്യും.
പിന്നെ അവർ തമ്മിൽ കേസാവും, മിഡിൽ മാൻ രക്ഷപ്പെട്ടെ. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഈ സ്കാം, മിഡിൽ മാൻ കളിച്ച് പൈസ അടിച്ച് മാറ്റുന്ന സ്കാമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. അങ്ങനത്തെ 4-5 വർഷമായിട്ട് ഇങ്ങനെ പൈസ അടിച്ച് മാറ്റുന്ന ഒരു കൊടൂര കള്ളൻ. പക്ഷെ ഇതുവർ നോട്ട് ചെയ്യാതെ പോകുന്നൊരു കാര്യം എന്താ പറയുക, ഞാൻ ഇപ്പം എൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വാങ്ങേണ്ടത്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസിൻ്റെ കവറപ്പ് സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് ഏതെങ്കിലും ഒരു ഷോപ്പ്, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്, ഈ മൊബൈൽ ഷോപ്പിലേക്ക് അയച്ചു പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഒരു UPI ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരൻ്റെ തമിഴിൻ്റെ UPI ഇട്ട് കൊടുക്കും. ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവരാണ് പറഞ്ഞിട്ട്. അവിടെയാണ് ഇതിൻ്റെ സ്കാം ഇരിക്കുന്നത്. അതാണ് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത്. സ്വന്തം പേരിൽ ആരും ഈ സ്കാമേഴ്സ് എന്ത് ചെയ്യില്ല, UPI സാധനങ്ങൾ ഇട്ട് തരില്ല. അത് ചെയ്യില്ല അവർ. കാരണം അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും, അവരെ KYC വെച്ച് അവരെ ട്രാക്ക് ചെയ്യാം. അതിന് വരെ അവർ ചെയ്യുന്ന പരിപാടിയാണ് വേറൊരാളത്. അതിനവർ പല ന്യായവും പറയും. ആക്സിഡൻ്റ് ആയി കിടക്കുകയാണ്, വയ്യാതെ കിടക്കുകയാണ്, പൈസയ്ക്ക് അത്യാവശ്യം പലതും പറയും നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ. അതിൽ വീഴാൻ പാടില്ല. അതായത് പുള്ളി വണ്ടി തന്നു, പേപ്പേഴ്സ് തന്നു, ഞങ്ങൾ പേയ്മെന്റ് ഇട്ട് കൊടുത്തു. ലാസ്റ്റ് ടൈമിലാണ് പുള്ളി പറയണത് പോവാൻ നിൽക്കുമ്പോഴാണ് ആള് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേയ്മെന്റ് കിട്ടിയില്ല. ഓൾറെഡി ഓണർക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പോഴാണ് പറയണത് ഓണർ നമ്മുടെ ഫ്രണ്ടാന്ന് ഈ ആള് പറഞ്ഞത്. അതായത് പുള്ളി വിചാരിച്ച് ഞങ്ങൾ ഓണറായിട്ട് സംസാരിക്കണെന്ന്. എന്റെ മോനെ ഈ ജാതി, അത് മലയാളിയല്ലേ, പക്ക മലയാളി. അവന്റെ നമ്പർ ഒന്ന് പറഞ്ഞ ബ്രോ, 3 ബാങ്കിൽ നിന്നായിട്ട്. അതായത് ഇവന്റെ സ്ഥിരം പരിപാടി ഞങ്ങൾ പറഞ്ഞുതരാം. ഇതേപോലെ ഓണറൊക്കെ പുറത്തുള്ള ആൾക്കാരെ വിളിക്കും, OLXൽ ചാറ്റ് ചെയ്യും. ഓണർ പുറത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയും കൊണ്ട് ഏതെങ്കിലും ഷോറൂമിലേക്ക് ചെല്ലാൻ പറയും. ആ സെയിം ടൈമിൽ തന്നെ ഇവൻ ഷോറൂമുകാരായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, ഞാനാണ് RC ഓണർ, ഇതാണ് എന്റെ ആധാർ കാർഡ്, ഇതാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്, വണ്ടി ഒരെണ്ണം വിടുന്നുണ്ട്, അപ്പൊ അതൊന്ന് ഡീൽ ചെയ്തോളാൻ പറയും. ഇപ്പൊ നമ്മള് ഓണറിന്റെ അടുത്ത് സംസാരിക്കണില്ലല്ലോ, ഓണറിന് മീൻസ് ഏജന്റിന്റെ അടുത്ത് സംസാരിക്കണില്ലല്ലോ, കൊണ്ടുവരുന്നത് കൂട്ടുകാരനാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, കൂട്ടുകാരന്റെ പേരും പറഞ്ഞിട്ടുണ്ടാവും. RC ബുക്ക് എന്തായാലും വണ്ടി എടുക്കാന്നുള്ള രീതിയിൽ എന്തായാലും വണ്ടിയുടെ ഫോട്ടോ വാങ്ങാൻ്റെ കൂടെ RC ബുക്ക് അയച്ചാൽ പറയും ലോൺ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഈ RC ബുക്കിൽ എല്ലാ ഡീറ്റെയിലും ഉണ്ടാവുമല്ലോ, വണ്ടിയുടെ ഓണർ, ആധാർ കാർഡ്, സ്ഥലം എവിടെ നോക്കാം. അതല്ല, കൂട്ടുകാരന്റെ നമ്പറും കൂട്ടുകാരന്റെ പേരും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരും. കൺവിൻസ് ചെയ്യാൻ ഇവന്റെ കയ്യിൽ എല്ലാ ഡാറ്റാസും ഉണ്ടല്ലോ ഓൾറെഡി ആദ്യത്തെ ഓണറെ വിളിച്ചിട്ട് എല്ലാം മേടിച്ച് വെച്ചുകൊണ്ട് തന്നെ എല്ലാ ഡോക്യുമെന്റ്സും ഇവന്റെ കയ്യിൽ ഉണ്ടാവും, വണ്ടിയുടെ എല്ലാ ഉണ്ടാവും. കാരണം ആദ്യത്തെ ആ വിൽക്കാൻ വെച്ച ആ ഒരു സെല്ലറി എല്ലാ സാധനവും ഇയാൾ ബയ്യറാന്ന് ചോദിച്ചു കൊടുക്കണം ഈ മിഡിൽമാൻ്റെ കയ്യിൽ. ആ സാധനം എടുത്ത് വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ അത്ര പാടൊന്നുള്ള കാര്യമല്ല. പക്ഷെ ട്രാൻസാക്ഷൻ്റെ ടൈം വരുമ്പോഴാണ് ഇത് പൊളിയേണ്ടത്. എന്താണെങ്കിലും ഇങ്ങനൊരു ചതിയിൽ പെട്ടു, പൈസ പോയി. പിന്നെ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇതേപോലെ നമ്മൾക്ക് ഓൺലൈനിൽ ഒരു ഫ്രോഡ് പരിപാടിയിൽ നമ്മൾ പെട്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവർ നേരെ സൈബർ സെല്ലിൽ വിടും. സൈബർ സെല്ലിലോ ബാങ്കിലോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ തട്ടും, ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെയല്ല അവിടെയല്ല അവിടെ പറഞ്ഞിട്ട്. അവിടെയാണ് 1930 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ, ഇഫ് ഐ എം നോട്ട് റോങ് അത് തന്നെയാണ് നമ്പർ. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ആക്കാൻ പറയണം. നമ്മൾ ഓൺലൈൻ വഴി ഇനി ഒരു കടക്കാരൻ്റെ UPIയിലാണെങ്കിലോ അല്ലെങ്കിൽ വേറെ റാൻഡമായിട്ട് ആരുടെ നമ്പറിൽ പൈസ ഇട്ടതാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക, ആ നമ്പറിൽ വിളിക്കുക, അവർ പറയുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യുക, അവർ പറയുന്ന അടുത്തുള്ള സൈബർ ഡോമിൽ ചെല്ലുക, കംപ്ലയിൻറ്റ് കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ 1,50,000 ഒക്കെ ആയിട്ടെന്ന് വെച്ചെങ്കിൽ അതിന് വിഡ്രോ ആയ പൈസയോ ഈ അതിന് എടുത്ത പൈസയോ കഴിഞ്ഞ് ബാക്കി അക്കൗണ്ടിലുള്ളതൊക്കെ നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഓർത്ത് വെച്ചാൽ നല്ലത്. അപ്പൊ ഞങ്ങൾ പേയ്മെന്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് അവിടെ ഉണ്ട്, അതായത് ഇവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവര് വിചാരിച്ചു ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടെന്ന് വിചാരിച്ചു. എന്തായാലും പേയ്മെന്റ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയാൾക്ക് ഇട്ട് കൊടുക്കുന്നു വിചാരിച്ചു. അവിടെ നിന്നാണ് കളി മാറണേ. പേയ്മെന്റ് കറക്റ്റ് കിട്ടിയത് അല്ല, അവന് കറക്റ്റ് അവന് സ്ക്രീൻഷോട്ട് വേണം. അതായത് നമ്മൾ ഫോണിലെടുത്ത ഫോട്ടോ പറ്റില്ല, നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിന്റെ കറക്റ്റ് സ്ക്രീൻഷോട്ട് ആയിട്ട് അവന് കിട്ടണം. എല്ലാ കാര്യങ്ങളും പക്കയാവണം. എന്നിട്ട് അവൻ ടൈം ചോദിക്കുക, അവൻ ട്രാൻസാക്ഷൻ ID ചോദിക്കുക. 3 പേയ്മെന്റ് പോയപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായില്ല പറ്റിക്കപ്പെട്ടു. പറഞ്ഞത് ആദ്യം പറഞ്ഞു 8 മണി ബ്രോ, എത്രയോ അർജന്റ്, എനിക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, രാത്രി ഡീൽ ചെയ്യാൻ പറ്റും. നമ്മൾ രാത്രി ഡീലിംഗ് ഇല്ല ബ്രോ, നമ്മൾ ഓഫീസ് ടൈം 10 മണി തൊട്ട് 5 മണിയാന്ന് പറഞ്ഞപ്പോ 11 മണിക്ക് കിട്ടും. കച്ചവടക്കാരെ വരെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അരുൺ സ്മോക്കി ആണെങ്കിലും കുറെ കാലമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, വ്ളോഗർ എന്നുള്ള നിലയ്ക്കൊക്കെ മാറി കച്ചവടക്കാരനാണ്. അവരെ വരെ മാട്ടിപ്പോണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള കൺവിൻസിങ് സ്റ്റാർ ആയിരിക്കും ഇവെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ആളുകൾക്ക് ഡൗട്ട് അടിക്കാതിരിക്കാനാണ് ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് ചോദിക്കുന്നതും ബാക്കി കാര്യം. ആ നന്മയിലുണ്ണിയാന്നുള്ളത് ഇങ്ങോട്ട് തെളിയിക്കണമല്ലോ ഏത്. പക്ഷെ അവിടെയും ഞാൻ വേറൊരു കാര്യം പറയാം, ഇതിൽ ഇവരും കുടുങ്ങാനുള്ള ഒരു റീസൺ ഞാൻ പറയട്ടെ. ആരായാലും കുടുങ്ങാനുള്ള റീസൺ പറയാം. പെട്ടെന്ന് ഒരാൾ അത്യാവശ്യം കാരണമാണ് 5 ലക്ഷത്തിന് വണ്ടി 3 ലക്ഷത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ആർത്തി മൂക്കും.
എടുത്ത് മറച്ചടിക്കാന്നോ അല്ലെങ്കിൽ കിട്ടിയ ലാഭമാണോ 5 ലക്ഷത്തിന് 3 കിട്ടണോ ഓൻ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിരിക്കും ഓൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓനെ പോയല്ലോ ഓൻ്റെ ഹോസ്പിറ്റൽ കേസ് പെട്ടതാണ്. ഇത് മുതലെടുക്കുകയാണ്. ഇതാണ് അവിടെ മുതലെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് ദയവ് ഇത് ശ്രദ്ധിക്കുക. കച്ചവടക്കാരാണെന്നുണ്ടെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് ഒരു സാധനം ഒരാൾ തരികയാണ്, അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ പകുതി പൈസയ്ക്കോ അല്ലെങ്കിൽ ചെറിയൊരു കുറഞ്ഞ പൈസയ്ക്കോ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ബാർഗൈനും ചെയ്യാതെ സാധനം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആരും എടുത്തു വെച്ച് തരില്ല. എന്തെങ്കിലും റെയർ ഓഫ് ദ റെയറസ്റ്റ് കേസിൽ ചിലപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസ് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇപ്പോൾ പറയില്ല ആരും. കാരണം എനിക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും നാട്ടിൻ്റെ അടുത്തും തന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വണ്ടിയോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ പണയം വെച്ച് പൈസ വാങ്ങും, അല്ലെങ്കിൽ വിറ്റിട്ട് ഞാൻ പൈസ വാങ്ങും. ഞാൻ എന്തിനാ OLXിൽ അവിടെ ഇവിടെ ഇട്ടിട്ട് 4-5 ദിവസം അങ്ങനെ കാത്തിരിക്കുന്നത് കുന്തിരിക്കാൻ വെച്ചിട്ട്? അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. അപ്പം അപ്പട്ടെ നിങ്ങൾ തിങ്ക് ചെയ്യുക. ഓക്കെ, ഞാൻ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോയ എമൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ അവര് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ. അത് കിട്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി അവൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളായിട്ടുണ്ട്. ഈ പറയണ വ്യക്തി തന്നെ പല നമ്പറിൽ നിന്ന് പല ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ലക്ഷങ്ങള് മൊബൈലായിട്ട്, അതായത് എനിക്ക് പാർട്ണർഷിപ്പ് ഉള്ള ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ട് നിങ്ങളുടെ മൊബൈൽ കൊടുത്താൽ മതി, അവർ പൈസ തരും. അതേപോലെ തന്നെ മൊബൈൽ ഷോപ്പിൽ വിളിച്ച് പറയും ഞാൻ പുറത്താണ്, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്, അവന് ഡയറക്റ്റ് പേയ്മെന്റ് കൊടുക്കരുത്, അവൻ കമ്മീഷൻ അടിക്കും, അതുകൊണ്ട് പേയ്മെന്റ് എനിക്ക് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഇവൻ ഒരുപാട് ആൾക്കാരെ പൈസ അടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മൊബൈലും ബൈക്കും മാത്രമാണെന്ന്. അല്ല, ക്യാമറ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവൻ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പുകളെയാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്. കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവന്റെ CCTV ക്ലിപ്പുകൾ ആഡ് ചെയ്യാൻ. ഇവൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ല. CCTV ക്ലിപ്പൊക്കെ ആരുടെ ചോദിച്ചത്? അങ്ങനെ ഒരു വ്യക്തി എക്സിസ്റ്റിംഗ് അല്ല. ഇത് കൊണ്ടുവരുന്നത് യഥാർത്ഥ സെല്ലറിന്റെ ഫ്രണ്ട് ആയിരിക്കും. മനസ്സിലായോ? സെല്ലർ ഇവൻ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചോ, സ്ഥലത്തില്ലാത്ത ആളുകളായിരിക്കും. ഇപ്പോൾ OLXോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഒക്കെ മാർക്കറ്റ് പ്ലേസ് എടുത്ത് നോക്കി അതിനകത്ത് ഇവിടെ സ്ഥലത്തില്ലാത്ത ഓണേഴ്സ് ഒരുപാട് പേരുണ്ട്. എബ്രോഡ് നിന്ന് അവരൊരു സാധനം നാട്ടിൽ വിൽക്കാൻ വേണ്ടി അവർ പോസ്റ്റ് ഇടുന്നവരുണ്ട്. അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരിപാടി എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഏതൊരു വ്യക്തി, ഒരു റാൻഡം വ്യക്തി, ഇപ്പം ഞാൻ OLX എന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ അത്യാവശ്യം വണ്ടിയൊക്കെ നോക്കാറുണ്ട്, ചിലപ്പോൾ എടുക്കാറുണ്ട്, താല്പര്യമില്ലെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്. നമ്മൾ ഡ്രോണോ ക്യാമറയോ ഫോണോ ഒക്കെ നോക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ നമുക്ക് പോയി കണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് അതായത് നമ്മളെ ചുറ്റുപാടുണ്ട്, നമ്മളൊരു സർക്കിളിനകത്ത് കിട്ടുന്ന ഒരാളാണോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുക. പിന്നെ വില പറ്റ കുറഞ്ഞ് നമ്മൾ ആർത്തി മൂത്ത് ഓടാറില്ല. മാർക്കറ്റിലൊരു വാല്യൂ നമുക്ക് ഏകദേശം ഈ അക്രോസ് ഓൾ ദ പ്ലാറ്റ്ഫോംസ് നോക്കി നമുക്ക് മനസ്സിലാവും. പിന്നെ നാട്ടിലെ കച്ചവടക്കാരുടെ ഇടയിലും അല്ലെങ്കിൽ കടയിൽ പോയി ചോദിച്ചാലൊക്കെ നമുക്കൊരു മൊബൈലിൻ്റെയോ ഒരു ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ എന്തൊരു സാധനത്തിൻ്റെയും വിൽക്കാം, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വാല്യൂ ഉള്ള എന്ത് സാധനത്തിൻ്റെയും ഒരു അപ്രോക്സ് വാല്യൂ നമുക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും ഇടിഞ്ഞ് കിട്ടുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ചെണ്ടയായിരിക്കും, അല്ലെങ്കിൽ കട്ടുകൊണ്ട് വന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ മിഡിൽ മാൻ കളിച്ചിട്ട് ആരെങ്കിലും വേറെ അടുത്തൻ്റെ സാധനം വിൽക്കാൻ വെച്ചത് അടിച്ച് മാറ്റി അവൻ വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുകയായിരിക്കും. ഇത് മനസ്സിലാക്കുക. പക്ഷെ വാർത്തയിലും എല്ലായിടത്തും കാണിച്ചുകൊണ്ടിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OTP കൊടുക്കരുത്, അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതേപോലെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിൽ ഇവർ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർടെൽ ബാങ്ക്, അതേപോലെ തന്നെ ആമസോൺ പേ അങ്ങനെയുള്ള ബാങ്കുകൾ മുഖാന്തരമാണ് ഇവർ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. KYC മുഖാന്തരം ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്ര കഴിവ് കേടുണ്ടോന്നാണ് ഞാൻ ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ട് ശരിക്കും പിടിക്കേണ്ട കേസാണ്. ഇതിപ്പോൾ 1-2 സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ഇവര് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ 27 പേരുടെ പൈസ 1,50,000 75,000 എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ മാത്രം ചെയ്യണ ഒരു ബിസിനസ് അല്ല. ഇന്ത്യയിൽ ഫുള്ളായിട്ട് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യണ ഒരു കാര്യമാണ്. കോടികൾ തട്ടിയിട്ടുണ്ട്, ചെറിയ എമൗണ്ട് ഒന്നല്ല. ഇവന്റെ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പല രാജ്യത്ത് ഇരുന്നിട്ടും ഇവൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവൻ വിദേശത്ത് ഇരുന്നിട്ട് ഇന്ത്യൻ നമ്പറിൽ നിന്നാണ് ശരിക്കും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിദേശത്താണെങ്കിലും ഇന്ത്യൻ നമ്പർ ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇപ്പോൾ വയസ്സായ ആൾക്കാരുടെ അടുത്തേക്കാണ് ശരിക്കും എത്തുന്നതെന്നാണ് സൈബർ സെല്ലിൽ രാവിലെ ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കേസ്. അപ്പോൾ ഇവന്റെ ഒരു കേസിൽ ഞാൻ പറയാം, ഇവൻ ഒറ്റയ്ക്ക് ഒരു സാധനം പുൾ ഔട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊരു ഗ്യാങ് കാണൂടെ, മനസ്സിലായോ? പിന്നെ ഈ UPI IDs ഇവൻ കൊടുക്കുന്നത് കടകളുടെ QR കോഡുകളായിരിക്കും. ഇവൻ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നുകൊണ്ട് അപ്പം ആ സ്ഥലത്തൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ കടയിൽ കയറുന്നു, ഒരു മൊബൈൽ നോക്കുന്നു, ഇവൻ ഇതേപോലെ ഒരു ഇരയെ കിട്ടുന്നു OLXന്ന്. ആ ഇര ഒരു 75,000 രൂപയുടെന്ന് പറയുന്നു. അപ്പം തന്നെ ആ കടയിൽ നിന്ന് ഇവൻ സെക്കൻഡ് ഹാൻഡ് ഫോണോ സാധനമോ ക്യാമറയോ മേടിച്ചിട്ട് ആ 75,000 രൂപ അവിടുത്തെ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ UPIയിൽ പേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ QR മേടിച്ചിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ പൈസ ആ കടയ്ക്കാണ് പോരും. അപ്പോൾ ഇവൻ്റെ ഒരു ഫോണോ അല്ലെങ്കിൽ അത് ആ പൈസയ്ക്ക് ഒത്തൊരു ഗാഡ്ജറ്റ് കിട്ടി, അത് വീണ്ടും ഇവൻ OLXലോ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് പകുതി പൈസയ്ക്കോ അല്ലാതെ ഒന്ന് വിൽക്കും, അല്ലെങ്കിൽ വേറൊരു കടയിൽ കൊണ്ടുപോയിട്ട് മറച്ച് വിൽക്കും. പൈസയായി അവന്.
ഇതാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് ഈ കുഗ്രാമം ഏരിയാസിലോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങും. എന്നിട്ട് പറയും നിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 50,000 വരും, നീ ഒരു 5,000 എടുത്തിട്ട് 45,000 എനിക്ക് താ. പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആരെയും പിടിക്കുക? നേരത്തെ പറഞ്ഞ പോലെ കടക്കാരനെ പിടിക്കും. കാരണം കടയിൽ നിന്ന് ഇപ്പോൾ മൊബൈൽ മേടിച്ച് പോയതാണ്, അവരെ പേയ്മെൻറ്റ് വന്ന് കടയ്ക്കാം. പക്ഷേ ഇവർ പേയ്മെൻറ്റ് എടുക്കാൻ വന്നതിന് മൊബൈൽ കൊടുത്തു. ആ വന്നവൻ മാസ്ക് ഇട്ടിട്ടോ തൊപ്പിയിട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖം പോലും കിട്ടില്ല CCTV. അതങ്ങനെ പോകും. ഇനി ഏതെങ്കിലും ഒരു കോളേജോ സ്കൂളോ കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഇതേപോലെ 50,000 എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 5,000 എടുത്ത് 45,000 തന്നാന്ന് പറയുമ്പോൾ അവർ നിന്ന് കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നാട്ടിലുണ്ട്. അങ്ങനെ പെട്ടുപോയവരും ഉണ്ട്. അപ്പോൾ അവർ എൻഡ് ഓഫ് ദി ഡേ അവരെ പിടിക്കുക, ഇവനെ പൊക്കൂല. ഇവനെ വലിയ പരിചയമൊന്നും കാണില്ല, അവർക്ക് 1-2 ദിവസത്തെ പരിചയം ഉണ്ടാവുള്ളൂ, അവൻ്റെ വേറെ ബോട്ട്സ് പോലും അറിയുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയാണ് ഇവർ UPIക്ക് ഈ സാധനം ലോക്ക് ചെയ്ത് വിടുന്നത്. നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക OLXന്റെ വണ്ടി വാങ്ങാണ്ട് എൻ്റെ ഗ്യാരേജിൽ നിന്ന് വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു നാടകമാണ് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ 45 പേരെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, ഈ 45 പേർക്ക് ഈ സെയിം വിഷയമായിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്യാഷും വാങ്ങിച്ചിട്ട് എനിക്ക് കേസ് അവസാനിപ്പിച്ചിട്ട് മിണ്ടാണ്ടിരുന്നാൽ മതി. എനിക്ക് എൻ്റെ ക്യാഷ് ഏകദേശം ചെറിയൊരു എമൗണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ ക്യാഷും അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ 5 വർഷത്തോളമായിട്ട് നമ്മുടെ ഇവിടുത്തെ എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരാളൊരു ക്രൈം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും FIR അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ആ ഗ്രൂപ്പിലെ മിക്ക ആൾക്കാർക്കും FIR വേറെ പൈസ കിട്ടിയിട്ടുണ്ട്. പൈസ കിട്ടുമ്പോൾ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കേസ് അവസാനിപ്പിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ 1 ലക്ഷം രൂപയിൽ 20,000 എടുത്ത് 10 പേര് 20,000 വെച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനറിയാലോ അവൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാവും എന്നൊക്കെ അവനറിയാലോ. അപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 1 ലക്ഷം ആയിരിക്കില്ല, ആ 20,000 രൂപ മാത്രമായിരിക്കും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 1 ലക്ഷം മൊത്തമായിട്ട് എടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ ആ ഒരു ഇതിൽ പെട്ടിട്ടുള്ള എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവൻ 20ഉം 30ഒക്കെ വെച്ചിട്ടാണ് എല്ലാവരെയും ശരിക്കും പിടിച്ചിട്ടുള്ളത്. ഇത്ര അധികം ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് കേസ് അവസാനിപ്പിച്ചു വിടാം. അല്ലാണ്ട് ഇതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യാന്നുള്ള തരത്തിലാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ നമ്മൾ FIR ഇടും, FIR എന്തായാലും ഇട്ടിരിക്കും. ഭാവിയിൽ എന്തെങ്കിലും കാരണത്തിൽ ഇവനെ വേറെ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 10-45 പേരെ പറ്റിച്ച കേസും കൂടെ പൊന്തി വരും. അതാണ് എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. ഇതിന് ഞാൻ പറയാം എഗെയിൻ, ഇവിടെ അരുൺ പറഞ്ഞൊരു സീൻ എന്താ വെച്ചാൽ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരാത്തോടത്തോളം കാലം ഇവന് സീനില്ല. ഇവന് 1 രൂപ എന്തില്ല, വെറുതെ കിട്ടുന്ന പൈസയാണ്, ഓച്ചാരം കിട്ടുന്ന പൈസ, അവൻ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ എന്ന് ഇവന് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. ഇതിൽ ഇപ്പോൾ ഈ പൈസ പോയവർക്ക് എങ്ങനെ ക്യാഷ് കിട്ടുന്നത് അറിയോ? ഈ കള്ളൻ ഒരു കടയിൽ കയറിയിട്ട് ഒരു മൊബൈലിന് വില പറഞ്ഞു 50,000 രൂപ. ഇപ്പുറത്തെ ഒരു ചെങ്ങായിനെ OLXലൂടെ പറ്റിച്ചിട്ട് ഈ കടയിൽ UPI ആണ് അയച്ചു കൊടുക്കുന്നത്. അത് ആമസോൺ പേ ആവാൻ എന്തിനെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു UPI കോഡ് അയച്ചു കൊടുത്തു. അതിലേക്ക് ഈ ചങ്ങാതി 50,000 രൂപ ഇട്ടു. കടക്കാരൻ ചിലപ്പോൾ ഈ 50,000 യൂസ് ചെയ്യില്ല. കടക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന് കിടക്കുമ്പോൾ കടക്കാരൻ ചിലപ്പോൾ ഒരു 20,000 5,000 ഒക്കെ യൂസ് ചെയ്യും, ബാക്കി 40,000 കടക്കാരൻ്റെ അക്കൗണ്ട് കിടക്കുന്നുണ്ടാവും. നമ്മൾ ഈ നമ്പറിലേക്ക് വിളിച്ച് സൈബർ ഡോമിൽ വിളിച്ച് ഈ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞ് ആ പൈസ തിരിച്ചു വാങ്ങുമ്പോൾ ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നത് ആ കടക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. മനസ്സിലായോ? കള്ളൻ ഓൾറെഡി അതിൻ്റെ വാല്യൂലുള്ള ഒരു 50,000 രൂപേനെ ഫോൺ മേടിച്ച് പോയി അവനത് 50,000 രൂപയ്ക്ക് അവിടെ മറിച്ചിട്ട് അവനത് പൈസയായി. ഒരു വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും? പാടല്ലേ? അതാണ് അവൻ്റെ സക്സസ്, അതാണ് അവൻ്റെ ഗെയിം. നിങ്ങൾ വിചാരിക്കുമ്പോൾ വണ്ടിയുടെ മാത്രമാണെന്ന്. ഈവൻ മാക്ബുക്ക്, ലാപ്ടോപ്പ്, ക്യാമറ, അതേപോലെ തന്നെ ഐഫോൺ, യൂസ്ഡ് കാറ്, യൂസ്ഡ് ബൈക്ക്, ഇത്തരത്തിലുള്ള എല്ലാവിധ, ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞിട്ടുണ്ടാകുന്ന റിസോർട്ടിൽ റൂം എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാവിധ തട്ടിപ്പുകളും ഇവൻ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ 1 ലക്ഷത്തോളം രൂപ അവർ ഹോൾഡ് ചെയ്തു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 1 ലക്ഷം രൂപയല്ല അവൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ 1 ലക്ഷത്തിന് ശേഷമുള്ള 20,000 രൂപയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു കേസിനെ പറ്റി പഠിച്ചിടത്തോളം ഇതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇപ്പോൾ 4 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3,75,000 രൂപ കിട്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ആ ഒരു 25,000 രൂപയാണ് ഇവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഒരാൾ കേസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു കേസ് വിഡ്രോ ചെയ്തതിൻ്റെ പിന്നാലെ പോക്ക് നിർത്തും. അതാണ് ഇവൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവന് ആ 1 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ അപ്പം തന്നെ വിഡ്രോ ചെയ്തായിരുന്നു. പക്ഷെ അവ അത് ചെയ്യില്ല ഗൈസ്. അതിൽ 20,000 30,000 അവിടെ എടുത്തിട്ട് ബാക്കിയുള്ള ക്യാഷ് നമുക്ക് തിരിച്ച് തരുന്ന രീതിയിൽ, അതായത് അവൻ്റെ അക്കൗണ്ടിൽ ഫ്രീസ് ചെയ്ത് വെക്കുന്ന രീതിയിലായിരിക്കും അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സാധനം വിൽക്കാൻ പോയിട്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നാൻ വെച്ചാൽ സ്പോട്ടിൽ 1930 എന്ന് പറഞ്ഞ നമ്പറിൽ നിങ്ങൾ വിളിക്കണം, കേസ് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ അവർ പറയുന്ന സ്റ്റേഷനിൽ പോയിട്ട് മറ്റേത് ഹാജരാക്കും മറിച്ചത് ഹാജരാക്കും അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഡയറക്റ്റ് ആ ഒരു നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് തിരിച്ച് കിട്ടോ ഇല്ല എന്നൊക്കെ ഞാൻ ഗ്രൂപ്പിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് അത് കിട്ടിയിട്ടില്ല. 3 വർഷമായിട്ട് പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് വെച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തന്നില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വേറൊരു ആൾ തിന്നാൻ പറ്റാത്ത രീതിയിൽ അവർ അത് ഫ്രീസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതാണിത്
ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ 1930 ആ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ OLXലോ അല്ലെങ്കിൽ ബാക്കി എവിടെയെങ്കിലോ നിങ്ങൾ ഇതേപോലെ ആരെങ്കിലും സ്കാം ചെയ്തു നിങ്ങൾ ട്രാൻസാക്ഷന് വിഷയം സംഭവിച്ചാൽ നിങ്ങൾ ബാങ്കിൽ പോയി കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ നമ്പറിൽ വിളിക്കുക, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക, അതുകൊണ്ട് അവർ പറയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി പോവുക, അവിടെ കേസും FIR ഇടുക. പിന്നെ എഗെയിൻ ഞാൻ പറയുന്നു, അരുൺ സ്മോക്കിയും ടീമും നിങ്ങൾ നല്ല വർക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ ഗ്രൂപ്പായി 10-70 ആളായിട്ട് ഇപ്പോൾ പൈസ പോയവരെല്ലാവരും കൂടി കൂടിയിട്ട് ഇതൊരു മാസ് പെറ്റീഷനായി കൊടുത്താൽ ഏറ്റവും നല്ലത്. അത് സർക്കാരിനെയും കൂടി അറിയിച്ചാൽ ഏറ്റവും ബെസ്റ്റ്. കാരണം സൈബർ ഇതേപോലത്തെ കുറ്റകൃത്യങ്ങൾ ഇവിടെ തടയപ്പെടണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ളതൊരു മലയാളിയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ മുഖത്ത് അടിച്ചൊരു അടിയായിപ്പോയി. ഇവിടുത്തെ സൈബർ ഡോമിനും സൈബർ സിസ്റ്റത്തിനും സൈബർ പോലീസിനും കിട്ടിയൊരു അടിയാണ്. കാരണം നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവർക്ക് ട്രാക്ക് ചെയ്ത ആളെ കിട്ടി, അതിൻ്റെ വോയിസ് വരെ കയ്യിലുണ്ട്, അവൻ്റെ ഡീറ്റെയിൽസ് വരെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണം ഒരാളെ കണ്ടുപിടിക്കാൻ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ നിങ്ങളത് ഇറങ്ങൂല. കാരണം എന്താ, ഇതേപോലെ 3,50,000 പോയവന് 3.30 തിരിച്ച് കിട്ടുന്നുണ്ട്, 20,000 കിട്ടാത്തത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിന് പിന്നാലെ പോകണ്ടല്ലോ എന്നുള്ള ലാഘവത്തോടു കൂടി നിങ്ങൾ വിടുന്നിടത്താണ് ഇവിടുത്തെ സിസ്റ്റം ഫെയിൽ ആവുന്നത്. അത് ചെയ്യാതിരിക്കുക. അതായത് പക്ക ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയുടെ സംസാരം പോലെയാണ് ഇദ്ദേഹം സംസാരിക്കുക. അതായത് ആർക്കും സംശയം തോന്നില്ല. പേയ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, നിങ്ങളൊന്ന് പെട്ടെന്ന് ഇട്ടേനെ. ഞാൻ അവന്റെ വോയിസ് ക്ലിപ്പുകൾ 1-2 നിങ്ങൾ കേൾപ്പിക്കാം. ചേട്ടാ, ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടോ, പെട്ടെന്ന് അയക്കണേ. 28 ഡയലോട്ടേക്ക് അയക്കേണ്ടത്. ഫാസ്റ്റ് ആക്കാവോ? ഞാൻ 6 മണിക്ക് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവര് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ബ്രോ, പേപ്പേഴ്സും സെക്കൻഡ് കീയും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. ഇറങ്ങുമ്പോ ഫുൾ എല്ലാം എടുത്ത് കയ്യിൽ വെക്കണേ. ഇവന്റെ ആധാർ കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അതേ ഒറിജിനൽ ആധാർ കാർഡ് അല്ല കേട്ടോ, ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഇവന്റെ കേസ് നമ്പർ ഉണ്ട്, ഇവൻ ജാമ്യം വാങ്ങിച്ചതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇവൻ നടത്തിയിട്ടുള്ള സൈബർ ക്രൈമുകളുണ്ട്. അതിന് പുറമെ ഏകദേശം 75ഓളം പേരെ ഇവൻ പറ്റിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. 75ഓളം പേരുണ്ട്. ഈ 75ഓളം പേരിന് പുറമെ കുറേ ആൾക്കാർ എനിക്ക് ഡെയിലി, ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവനെ പിടിക്കാനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇനി നിങ്ങൾക്ക് ആളെ കാണണ്ടേ? അതായത് ഈ കാണുന്ന ആധാർ കാർഡിലുള്ള വ്യക്തിയാണ് പുള്ളി എന്ന് പറയുന്നത് നിതിൻ. ഇറ്റ്സ് മീ നിതിൻ. പക്ഷെ കംപ്ലീറ്റ്ലി ഫേക്കാണ് ഗൈസ്. ഈ ഒരു പുള്ളി ആരാന്ന് പോലും എനിക്കറിയില്ല. ഇതല്ല ശരിക്കും യഥാർത്ഥത്തിലുള്ള ആ ഒരു സൈബർ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത്. ഇത് ഫേക്കായിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആധാർ കാർഡാണ്. ഇതാണ് പലർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. പലരുടെ കയ്യിലും ഈ ഒരു ആധാർ കാർഡാണ് ഉള്ളത്. അങ്ങനെ ഫൈനലി ഞാൻ ആ ഒരു പുള്ളിയുടെ ഒരു ന്യൂസ് ക്ലിപ്പ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രണ്ടാമത് ഇരിക്കണ ആളാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓഡിയോൻ്റെ ഓണർ എന്ന് പറയുന്നത്. അതായത് ഈ പുള്ളിയുടെ സൗണ്ട് കേട്ടിട്ടാണ് ഇത്ര ആൾക്കാർ ശരിക്കും പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളിലെ ന്യൂസ് കാണിച്ചാലും എവിടെയും ഒരു വട്ടം കൂടെ അറസ്റ്റ് ചെയ്തിട്ട് പുള്ളി ചാടിപ്പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയണത് 99% ഞങ്ങൾ അന്വേഷിച്ച പ്രകാരം സാമ്യമായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതും കൂടെ ഞാൻ പറയാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പറുകളുടെ ബാക്കിൽ തേടി പോകണം. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെയും ഫോട്ടോ ഇതേപോലത്തെ ഒരു മൊബൈൽ തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് മുംബൈയിലാണെന്ന് തോന്നുന്നു ഏതോ ഒരു സംസ്ഥാനത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് അവൻ്റെ ഈ ഒരു ഫോട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണത്. ഈ ഒരു ഫോട്ടോ ഗേൾ ഫ്രണ്ടായിട്ട് പോയിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് ശരിക്ക് അത്തരത്തിൽ ആ ഒരു ഷോറൂമുകാരുടെ ഭാഗത്തുനിന്ന് ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയതിന് ശേഷം, അതായത് അത് മാത്രമാണ് ഒരു തുമ്പായിട്ടുള്ളത്, ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇവ ഈ 45,000, 55,000, 60,000, 70,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ ഇവൻ സ്കാം ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു വ്യക്തിയും അത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. കോഴിക്കോട്ടുകാരനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അയച്ചിട്ടുള്ള വോയിസ് സെയിം ആണ്. ഞങ്ങളെല്ലാവരും വോയിസും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നമ്പറിൻ്റെ യൂസർ നെയിം ഉൾപ്പെടെ പറ്റിച്ച പാറ്റേൺ രീതി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ഈ ഒരു പുള്ളിനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അരുൺ സ്മോക്കിയും ടീമും ആളിലേക്ക് എത്തി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു 99%. സൽമാനുൽ ഫാരിസ്, കോഴിക്കോട്ടുകാരൻ. ഇവൻ്റെ ശബ്ദം എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തു. കാരണം ഇവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ സെയിം വ്യക്തിയാണ് മാന്യമായിട്ടുള്ള സൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു അഭ്യർത്ഥന നടത്തി പല സാധനങ്ങളും വിൽക്കാൻ വേണ്ടി എന്നുള്ള വ്യാജേന ചെന്ന് പൈസ പറ്റിച്ചിട്ടുള്ളതെന്നും ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ ഇവനെതിരെ കേസുണ്ട് എന്നുള്ളതും സിക്കിമിലെങ്ങാണ്ട് ഇവൻ്റെ ഈ പറഞ്ഞ ഗേൾ ഫ്രണ്ട് അടക്കം അന്ന് പോലീസുകാർ ഇവനെ പൊക്കിയ സമയത്ത്, ഇവൻ്റെ സ്കാമിൻ്റെ പേരിൽ ഇവനെ പൊക്കിയ സമയത്ത് ഇവൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഇതിലുള്ള ആൾക്കാർ ഇത് റെക്കഗ്നൈസ് ചെയ്തു വരും, ഏത് ഇവൻ്റെ ശബ്ദമാണ് എന്നുള്ളത് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയെങ്കിലും കേരള പോലീസിനും ഇവിടുത്തെ സൈബർ സിസ്റ്റത്തിനും ഇത് എളുപ്പമല്ല ഇനി ഇവനെ പൊക്കാൻ. ഇവനെ പൊക്കുക, ഇവൻ്റെ എതിരെ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുക, ലുക്കൗട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് സൽമാനുൽ ഫാരിസ് എന്ന് പറഞ്ഞ ഈ വ്യക്തി, ഇവൻ്റെ കോഴിക്കോടുള്ള നാട്ടുകാർ ഇവനെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്ന പരിപാടി കേട്ടോ. ഇവനാണെങ്കിൽ, ഇവനല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊക്കെ കേസിന് വേറെ പേർക്കെതിരെ പോകും. പക്ഷേ ഇവനാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവനെ
വെളിച്ചത്ത് കൊണ്ടുവരണം. ഇവൻ്റെ മോർ ഡീറ്റെയിൽസ് അരുൺ സ്മോക്കിക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. പോലീസുകാരിറങ്ങി ഇത് തപ്പണം. കാരണം സൈബർ സ്പേസിൽ നടക്കുന്ന ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങളും ഇങ്ങനത്തെ കുറ്റവാളികളും ഇവരെ പൂട്ടണം. കാരണം ഒരു പക്ഷേ 20,000 30,000 നഷ്ടം എന്ന് പറഞ്ഞാൽ പലരും മിണ്ടാതിരിക്കും. പക്ഷെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങളെ സൈലൻസ് നിങ്ങൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ 20,000 30,000 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അഭിമാനം നിങ്ങൾ നോക്കരുത്. ഇതുപോലുള്ള കള്ളന്മാർ വർഷങ്ങളോളം തട്ടിപ്പും വെട്ടിപ്പും ഇങ്ങനെ ചെറുത് പിന്നെ വലുത് അങ്ങോട്ട് കൂടുകയാണ്. മനസ്സിലായോ? ഇനി ഞാൻ പറയട്ടെ, ഇവൻ്റെയൊക്കെ കാരണം കൊണ്ട് ലൈഫ് തൊലഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ, ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഈ കാശ് പോയതിനെ കൊണ്ട് പുറത്ത് പറയാൻ പറ്റാതെ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാവും ഇതിന് പിന്നിൽ. അപ്പം ഇങ്ങനത്തെ തൊരപ്പം പരിപാടി കാണിക്കുന്ന A-ക്ലാസ് ഫ്രോഡുകളെ പൊക്കണം. അരുൺ സ്മോക്കി നല്ല വർക്കാണ് ചെയ്തത്. കാരണം പൈസ പോയി അരുൺ സ്മോക്കിയും ഉണ്ടായിരിക്കാം. പോയ പൈസയിൽ 10-30,000 രൂപ നഷ്ടമുള്ളൂ, ബാക്കി തിരിച്ച് കിട്ടുന്നുള്ളൊരു ഹോപ്പ് അയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ഇതിലാർക്കൊക്കെ ഇങ്ങനത്തെ പരിപാടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ അവരൊക്കെ ഒപ്പം കൂട്ടി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവൻ്റെ സൗണ്ടും സാധനങ്ങളും പുറത്തെടുത്ത് ഇവൻ്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്ത് ഒരു പോലീസ് സിസ്റ്റം ചെയ്യേണ്ട പരിപാടിയാണ് ചെയ്തിട്ടുള്ളവർ. ഇനിയെങ്കിലും ഇവിടുത്തെ സൈബർ സിസ്റ്റം ഒന്നാണെങ്കിൽ പ്രവർത്തിച്ചാൽ ഇങ്ങനത്തെ കുറ്റവാളികളെ എക്സ്പോസ് ചെയ്യാൻ പറ്റും. ദയവ് ഇത് ചെയ്യണം.